തിരുക്കരങ്ങൾ തരുന്നതല്ല, ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മാക്കണമെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. സുഭാഷിതം. എല്ലാ മാതാപിതാക്കന്മാർക്കും തങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള ഉത്കണ്ഠ വളരെയാകുന്നു. ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിനെ എങ്ങനെയൊക്കെ നന്നായി വളർത്താമെന്ന് വിഭാവനം ചെയ്യുന്നു. അവർ വളർന്നു വരുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുസരണമുള്ളവരും സ്നേഹമുള്ളവരും നന്നായി പഠിക്കുന്നവരും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നവരുമായിരിക്കണമെന്നാണ് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ പലപ്പോഴും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരാതിരിക്കുവാൻ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൽ കുട്ടികളോടുള്ള വിഷയത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. 22-ന്റെ 6-ാം വാക്യത്തിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നെഴുതിയിരിക്കുന്നു. ഏതൊരു മാതാപിതാക്കൾക്കും ലഭിക്കുന്ന ഒരു ഉപദേശമാണിത്. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജീവിതത്തിന് അടിസ്ഥാനപരമായ ദിശാബോധം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അവൻ പോകേണ്ട വഴി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവനെ ദിശാബോധത്തിലേക്ക് തിരിക്കുവാൻ കഴിയുകയുള്ളൂ. സദൃശവാക്യങ്ങളുടെ മുഖ്യമായ സന്ദേശം ജ്ഞാനം കൈവരിക്കുന്നതിനെ കുറിച്ചാണല്ലോ. ജ്ഞാനത്തോടെ അല്ലെങ്കിൽ യഹോവ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ കുട്ടികളെയും ആ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് ജ്ഞാനം പഠിപ്പിക്കുന്നു. ആ വഴികൾ എങ്ങനെയാണെന്ന് സങ്കീർത്തനക്കാരനും 119-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ തങ്ങളുടെ കുട്ടികളെ വചനപ്രകാരം ട്രെയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. 22-ന്റെ 15-ാം വാക്യത്തിൽ ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ഫൂളിഷ്നെസ് ഈസ് ബൗണ്ട് അപ്പ് ഇൻ ദ ഹാർട്ട് ഓഫ് എ ചൈൽഡ്, ദ റോഡ് ഓഫ് കറക്ഷൻ വിൽ ഡ്രൈവ് ഇറ്റ് ഫാർ ഫ്രം ഹിം. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? വടിയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും നിരവധി പരാമർശനങ്ങൾ സദൃശവാക്യത്തിൽ തന്നെയുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല, വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും എന്നിങ്ങനെ പലതും കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വടി എന്താണെന്ന് നാം മനസ്സിലാക്കണം. ശാരീരികമായി പീഡിപ്പിക്കുവാനുള്ള ഒരു വടിയെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നാം വായിച്ചത് റോഡ് ഓഫ് കറക്ഷൻ എന്നാണ്, അതായത് തിരുത്തലിന്റെ വടി. ഒരു ഇടയൻ തന്റെ ആടുകളെ നിയന്ത്രിക്കുവാനും നയിക്കുവാനും ഉപയോഗിക്കുന്ന വടി. 23-ാം സങ്കീർത്തനത്തിൽ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്ന വടി. ബാലന്റെ ഹൃദയത്തിൽ ഭോഷത്വം പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുട്ടികൾക്ക് പലപ്പോഴും തെറ്റും ശരിയും അതിന്റെ പരിണത ഫലങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. മുതിർന്നവർ അവരെ നേരായ പാതയിൽ നടത്തണം. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനത്തോടും വിവേകത്തോടും സ്നേഹത്തോടും ആർദ്രതയോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതൃക പ്രകാരം കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ മാതാപിതാക്കളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. ചൊല്ലിടേണമേ
ചൊല്ലി